Good morning. Good morning. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, ma'am. ഇന്ന് പ്രയർ ആരാണ്? അശ്വതി. Okay, Miss. Bye. ഇന്ന് ആരാ പ്രയർ പറയുന്നത്? ആഫ്റ്റർ പറഞ്ഞോടാ. ഞാൻ പാടാം. അശ്വതി പറഞ്ഞോട്ടാ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ മ്യൂട്ടായിരുന്നോണ്ട് രണ്ടാമത്തെ വിളിച്ചിട്ട് വേറെ ആള്. അപ്പൊ പറഞ്ഞോ അശ്വതി. Dear God, please keep me happy today. Help me to be bright, cheerful, and joy. Help me to do the things you want me to be to others kind and good. നമ്മൾ ലാസ്റ്റ് എടുത്തത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അത്? അതെടുത്ത് കംപ്ലീറ്റ് ചെയ്തില്ലേ നമ്മ? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തില്ലേ? അവസാനത്തെ മാം റോൾ ഓഫ് ടീച്ചർ പറയാം. റോൾ ഓഫ് ടീച്ചേഴ്സും കൂടി പറയാനുണ്ട്. ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല അല്ലെ? ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. പിയർ ഗ്രൂപ്പ് വരെ എടുത്തു. ഓക്കെ ക്വസ്റ്റ്യൻസ് വേഗം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ചെയ്തു, ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ചു കേട്ടോ. വേഗം ക്വസ്റ്റ്യൻസ് ഒക്കെ തരാമെന്ന് വിചാരിച്ച് റെഡി ആയിട്ടില്ലായിരുന്നു. ഓക്കെ, നമുക്ക് റോൾ ഓഫ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മള് എന്താ പറയുന്നത്, നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് ആര്? നമ്മുടെ ടീച്ചേഴ്സിന്റെ റോൾ എന്താന്ന് പറയാൻ പോണേ കേട്ടോ. നമ്മളെ ടീച്ചറായിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഇതിൽ പറയുന്ന പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ടീച്ചർ ഷുഡ് അറേഞ്ച് ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷനിങ് in which students may come closer to each other and have an opportunity to understand the interests and aspirations of each other. ടീച്ചേഴ്സ് ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ്സ്, അത് സോഷ്യൽ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരാം. അപ്പൊ കുട്ടികൾ തമ്മിൽ കുറച്ചും കൂടി എങ്ങനെയാവും, ക്ലോസർ ആവും. അവർക്ക് അവരുടെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് അവരുടെ ഓരോരുത്തരുടെ താല്പര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ അറേഞ്ച്മെന്റ് കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ നമ്മള് ടീമൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ പിള്ളേരായിരുന്ന സമയത്ത് ടീച്ചർമാരെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഗെയിമൊക്കെ കളിപ്പിക്കുമായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെ മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കാനും മറ്റുള്ളവരായിട്ട് ഇടപെടാനും ആ കുട്ടികളുടെ താല്പര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും. അപ്പൊ കുറച്ചും കൂടി നമ്മൾ ആ കുട്ടികളായിട്ട് എന്താ ക്ലോസർ ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ച് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെറുപ്പത്തിൽ തരുന്നത്. അത് തന്നെയാണ് ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത്. ഇതൊരു സോഷ്യൽ ഫങ്ഷൻ ആണ്. കുട്ടികൾ തമ്മിൽ ഇടപെടാനും കുറച്ചും കൂടി കൂടുതലായിട്ട് ഇൻട്രസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടി ക്ലോസർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഇതേപോലെ ഒരു സോഷ്യൽ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരുന്നത്. ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നമ്മുടെ ടീമായിട്ട് ടീം സ്പിരിറ്റ് ഒക്കെ വരൂലേ, നമുക്ക് നമ്മുടെ ടീമിനോട് അല്ലെങ്കിൽ നമ്മളുടെ ആ ടീമിനോട് ഭയങ്കര കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും കുട്ടികൾക്ക്. Arrange expressions and trips to provide more opportunity for informal conversation and close contact. അപ്പൊ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ട്രിപ്പ് പോകും, അല്ലെങ്കിൽ എക്സ്കർഷന് പോകും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് നമ്മൾ എപ്പോഴും ഫോർമലായിട്ട് പഠിക്കുക, ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് ചെയ്യുക, ഹോംവർക്ക് ചെയ്യുക, അങ്ങനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാസ്സുകളിൽ പെരുമാറുന്നത്. അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ആണ്. ടീച്ചർ ആരാണ്? എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കമ്പനി ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നാണ്, അല്ലെങ്കിൽ വികാരങ്ങളൊന്നും ഇല്ലാത്ത ജീവിയാണെന്നാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ട്രിപ്പോട് നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കും കുറച്ചും കൂടെ അടുത്ത് പെരുമാറും, കുറച്ചും കൂടി ഫോർമൽ ആയിരിക്കും കോൺവെർസേഷൻ, നമ്മളോട് ക്ലോസ് ആയിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ക്യാമറയിലൊക്കെ പ്രശ്നമുണ്ടോ പിള്ളേരെ? ഇപ്പൊ മാറി ടീച്ചറെ, ഉണ്ടായിരുന്നു. തോന്നി, അതുകൊണ്ട് വെച്ചിരുന്നു. ഓക്കെ,
എക്സ്കർഷനും ട്രിപ്സ് ഒക്കെ കുറച്ചും കൂടെ ഇത് ഇൻഫോർമൽ കോൺവെർസേഷനും അതേപോലെ ക്ലോസ് കോണ്ടാക്ട് ഒക്കെ വരാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Organize group games and other activities to train to take part in social activities. Okay. ഗെയിം ഒക്കെ ഓർഗനൈസ് ചെയ്യാം. അപ്പൊ ഗെയിം ഒക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഗെയിം ഒക്കെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഗ്രൂപ്പ് തമ്മില് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ കുറച്ചുകൂടി ക്ലോസ് ആയിരിക്കും. പിന്നെ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യാം, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഗെയിമുകൾ പഠിപ്പിച്ചു കൊടുക്കുക, ട്രെയിൻ ചെയ്യുക. അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യാം, പാർട്ട് ചെയ്യാം, ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്യാം. ഇതൊക്കെ ടീച്ചേഴ്സിന്റെ റോളാണ് കേട്ടോ. ടീച്ചേഴ്സ് മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് സേഫ് ആൻഡ് ഹെൽത്തി social environment in which children may be imbibe desirable value of freedom, equality, integrity and honesty. അപ്പൊ ഒരു സേഫും ഹെൽത്തി ആയിട്ടുള്ള സോഷ്യൽ എൻവയോൺമെന്റ് ആണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ടീച്ചർ നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് ആ കുട്ടികൾ നല്ല രീതിയിൽ അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാനും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതേപോലെ സത്യസന്ധത, അതേപോലെ എന്താണ് കളത്തരങ്ങൾ കാണിച്ചാൽ നമ്മൾ ഒരു മിസ്റ്റേക്ക് നമ്മുടെ കുട്ടി ചെയ്തെന്ന് വിചാരിക്കും, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി കളത്തരം കാണിച്ചു വിചാരിക്കും, ആ കുട്ടീനെ എല്ലാവരും മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല. നമ്മൾ ആ കുട്ടീനോട് മാറ്റി നിർത്തി മോൻ ചെയ്തത് തെറ്റാണ്, എന്നാലും കുഴപ്പമില്ല, അവനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഷൗട്ട് ചെയ്ത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ ആ കുട്ടിയുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യാ, അവനോട് പറഞ്ഞ് കാര്യം മനസ്സിലാക്കാം. പിന്നെ അവൻ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യൂല. അവൻ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും എന്ത് ചെയ്യില്ല, ഈ തെറ്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യൂല. അപ്പൊ അതേപോലെ അവരുടെ അഭിപ്രായങ്ങൾക്കുള്ള ഫ്രീഡം, ഇപ്പൊ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അപ്പൊ നമ്മൾ ഈ ചെറിയ ഗെയിമുകളിൽ നിന്നാണ് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ ഭാവിയിലെ ലീഡേഴ്സ് അല്ലെങ്കിൽ ഭാവിയിലെ എന്താ പറയാ ലീഡേഴ്സ് ഒക്കെ ആവണമെങ്കിൽ ഈ ചെറിയ ഗെയിമുകളിൽ ഇപ്പൊ നീ ഇവിടെ നിൽക്ക്, നമുക്ക് ഫുട്ബോൾ ഒക്കെ കളിക്കുമ്പോ അല്ലെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോ പിള്ളേര് ചെയ്യാനായിട്ടുണ്ടാവും, എന്താണ് നീ ഇവിടെ നിൽക്ക്, നീ അവിടെ നിൽക്ക്, ആ ഇങ്ങനെ ചെയ്യും. ചിലപ്പോ അങ്ങനെയൊക്കെ നിർത്തിക്കഴിഞ്ഞ് ശരിക്കും ആ ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാച്ച് ഒക്കെ പിടിക്കണം കണ്ടിട്ടുണ്ടാവും. അത് ചിലപ്പോ ആ കൊച്ചിന്റെ ചെറുപ്പം മുതലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. Community activities like a camp, common meals, social service, etc. should be regularly arranged. അപ്പൊ കുറച്ച് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്യാമ്പുകൾ നടത്തൂലേ, ക്യാമ്പുകൾ, അതേപോലെ കോമൺ മീൽസ്, എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളുകളിലാണെങ്കിൽ കോമൺ മീൽ ആയിരുന്നു ഒരിടയ്ക്ക് വരെ. അപ്പൊ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, ഒരിടയ്ക്ക് വരെ ഇങ്ങനെ എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ് കൊടുത്തിരുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ്, സാമ്പാർ, ഇങ്ങനെ ചെറുപയർ, ഓർമ്മ നമ്മളൊക്കെ ആ ഒരു ഏജ് ആണ്. നമ്മുടെ പിള്ളേരൊക്കെയാണ് ഇപ്പൊ എങ്ങനെ ബോക്സിൽ ടിഫിൻ പാത്രത്തിൽ ഇത്രയും ഇത് ഭക്ഷണം പാക്ക് ചെയ്ത് കൂടും, കറി ഇന്നത് വേണം, അങ്ങനെയൊക്കെ പോകുന്നത് നമ്മുടെ പിള്ളേരാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജനറേഷൻ ടൈമിൽ നമ്മൾ കോമൺ മീൽ ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഞാനൊക്കെ പഠിക്കുമ്പോൾ വരാന്തയിൽ നിരന്നിരിക്കും, കുഞ്ഞു പിള്ളേരെല്ലാവരും നിരന്നിരിക്കും, പ്ലേറ്റ് ഉള്ളവർ ഇങ്ങനെ വിളമ്പി അങ്ങനെ പോകും കഴിക്കും. അത് പാത്രം നല്ല രീതിയിൽ വൃത്തിയിൽ കഴുകി ക്ലീൻ ചെയ്തു. ഞങ്ങൾക്കൊരു പ്രിൻസി ഉണ്ടായിരുന്നു, പ്രിൻസി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എന്താ പറയാ സിസ്റ്ററാണ്. അപ്പൊ ക്യാമറയുടെ പ്രശ്നം തോന്നുന്നുണ്ടോ? നോക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഹലോ, അതുണ്ടല്ലോ ഇന്നലത്തെ നമ്മുടെ ജോബി സാറ് എടുത്തതിന്റെ PDF കയ്യിലുള്ളവരൊന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാവോ? ഇംഗ്ലീഷിന്റെ ഫുൾ വീഡിയോ നമുക്ക് തന്നിട്ടില്ലല്ലോ. അല്ല, ഇന്നലത്തെ ഒരു ഇത് അത് സാറ് നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടോ?
ഓക്കെ ആണോ? ഓക്കെയാണ് മാം. ക്യാമറയുടെ എന്തോ മിസ്റ്റേക്ക് വന്നു കേട്ടോ. നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് കോമൺ മീൽസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് കോമൺ മീൽസ് ഒക്കെ ആകുമ്പോൾ കുട്ടികളെല്ലാവരും വേർതിരിവൊന്നും ഉണ്ടാവില്ല. അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കോമൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ വേർതിരിവൊന്നും ഉണ്ടാവില്ല. അവര് അപ്പൊ ഷെയറിങ്ങും അതേപോലെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്ത് കോമൺ ആയിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിയും. പിന്നെ സോഷ്യൽ സർവീസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നമ്മളിപ്പോ സ്കൂളുകളിൽ നിന്ന് എന്ത് കൊണ്ടുപോകാറുണ്ട്? എന്താ പറയാ അനാഥാലയങ്ങളിൽ അതേപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം പോവാറുണ്ട്. ക്യാമ്പായിട്ട് നമ്മൾ കുട്ടികളെല്ലാവരും കൊണ്ടുപോകാറുണ്ട്. കാരണം കുട്ടികളെ കൊണ്ടുപോകാറുണ്ട് അവിടുത്തെ അന്തരീക്ഷമായിട്ട് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ. മാം ഇപ്പോഴും ഉണ്ട് മാം, എന്തോ ഒരു ഇതുപോലെ ഉണ്ട് കാണുമ്പോ. മാം സൗണ്ടിനാണ് കുഴപ്പം, ക്യാമറ കാണാനുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. മാം മ്യൂട്ടാണ്. മാം ഇപ്പൊ ക്ലിയർ ആണോ? യെസ് മാം. സോറിയുടെ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. എന്താ പറഞ്ഞത്, ക്യാമ്പുകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് കൂടുതൽ എന്ത് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യണം. അല്ലെങ്കിൽ സോഷ്യൽ അന്തരീക്ഷങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സോഷ്യൽ എൻവയോൺമെന്റ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുവഴി കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെന്റ് പെട്ടെന്ന് ഇത് ചെയ്യും. ഇപ്പൊ കോമൺ മീൽസ് അതേപോലെ ഗെയിമുകളൊക്കെ കൂടുതൽ കുട്ടികളുടെ സോഷ്യൽ എന്താ പറയണത് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. Next, stories describing self-sacrifice made by the great men for the cause of general good may be told to children, so that they are motivated to rise above the petty gains and work for the betterment of humanity. അപ്പൊ എന്താണ് പറയുന്നത്, നല്ല വ്യക്തികളുടെ സ്റ്റോറീസുകൾ നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, ശീലിപ്പിക്കാം, പറഞ്ഞു കൊടുക്കാം. അപ്പൊ അത് വഴി അവർക്ക് കുറച്ച് ഇൻസ്പിറേഷൻസ് ഒക്കെ കിട്ടും. ഇപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ APJ അബ്ദുൽ കലാമിന്റെ സ്റ്റോറിയാണ്, അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ് എന്റെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സ്റ്റോറീസ്. അതേപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ
ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ ഇതേപോലെ സെൽഫ് സാക്രിഫൈസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ഗ്രേറ്റ് മെൻസിന്റെ സ്റ്റോറീസ് ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെയും അതേപോലെ അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഗ്രേറ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ സ്റ്റോറീസ് നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കും. മഹാത്മാഗാന്ധി അതേപോലെ ഓരോ വ്യക്തിയായിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ ഓരോ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ നല്ലതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഗ്രേറ്റ് മെൻസിന്റെ സ്റ്റോറീസുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുവഴി അവർ കുറച്ചും കൂടി എന്താവും മോട്ടിവേറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സിന്റെ റോള് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് കൂടുതലായിട്ട് സാധാരണ രീതിയിൽ വീട്ടിലെന്ന് വെച്ചാൽ ക്ലാസ് ഒക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ വീട്ടിൽ കുറച്ച് ടൈമേ കുട്ടികൾ ഉണ്ടാവുള്ളൂ. ബട്ട് ഫാമിലിയുടെ അതേപോലെ തന്നെയാണ് ടീച്ചേഴ്സിന്റെ റോള്. ഫാമിലിക്ക് എങ്ങനെയാണോ ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനും ആ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മുടെ വീട് കഴിഞ്ഞ് അവരേറ്റവും സേഫ് ആണെന്ന് വിചാരിച്ച് വരുന്ന സ്ഥലം എവിടെയാണ്? അവരുടെ സ്കൂളായിരിക്കും അല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂം ആയിരിക്കും. അപ്പൊ അവിടെ പ്രൊവൈഡ് ചെയ്യണ ആ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ അവരെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് കുറച്ചും കൂടി എന്താണ് ഗ്രൂപ്പ് ഗെയിം ഒക്കെ കൊടുക്കുക, അതേപോലെ സ്കൂളുകളിൽ എക്സ്പ്രഷൻസ് ട്രിപ്പുകൾ കൊണ്ടുപോവാ, അതേപോലെ കുറച്ചും കൂടി നല്ലൊരു എൻവയോൺമെന്റ് സോഷ്യൽ സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ എവിടെയാണ് അവരുടെ സ്കൂൾ അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം. അതേപോലെ ക്യാമ്പുകൾ നടത്തുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി കുട്ടികളും ടീച്ചേഴ്സും കൂടി കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്ടിലേക്ക് വരികയാണ്. അതുവഴി അവർക്ക് കുറച്ചും കൂടി ബെറ്റർമെന്റ് കുറച്ചും കൂടി അവരുടെ ക്യാരക്ടർ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് കുറച്ചുകൂടി വരെയാണ്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രേറ്റ് മെൻസിന്റെ സ്റ്റോറികൾ കഥകൾ പറഞ്ഞു കൊടുക്കുക. കുഞ്ഞിലെ തന്നെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിൽ തന്നെ അത് വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതൊക്കെയാണ് ടീച്ചേഴ്സിന്റെ റോള്. ചെറിയ ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു അല്ലെ റോൾ ഓഫ് ടീച്ചേഴ്സ് പറഞ്ഞപ്പോ. ഇനി നമ്മ ഈ പറഞ്ഞ റോള് കൂടാണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാം, ടീച്ചേഴ്സിന് കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യാന്ന് നിങ്ങൾ ഓരോരുത്തരും എന്നോട് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞ കേട്ടോ? ഓക്കെ. ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളില് ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുട്ടികളെ റെസ്പെക്ട് പഠിപ്പിക്കാൻ പറ്റും. കുട്ടികളെ റെസ്പെക്ട് ചെയ്യിപ്പിക്കാനായിട്ടോ? മനസ്സിലായില്ല. മാനേഴ്സ് പഠിപ്പിക്കാം. ഗുഡ് മാനേഴ്സ് പഠിപ്പിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഷെയറിംഗ് മെന്റാലിറ്റി. ഓക്കെ, ഷെയറിംഗ് മെന്റാലിറ്റി പഠിപ്പിക്കാം. ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു പബ്ലിക്കിൽ നമ്മൾ പോകുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കാം. ജീന സൗണ്ട് ക്ലിയർ അല്ലടാ, ഒന്നുകൂടി പറയോ? നമ്മളിപ്പോ ഒരു പൊതു സ്ഥലത്ത് പോകണം, പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ബിഹേവിയർ. നെക്സ്റ്റ് പൊതുവായിട്ടുള്ള നിയമങ്ങളും നമ്മൾ റോഡ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാം. പറയോ നീന? ഒരാള് പറ. ഓക്കെ മാം, നമ്മൾ പൊതുവായിട്ടുള്ള നിയമങ്ങൾ, റോഡ് നിയമങ്ങള്, അങ്ങനെ വരുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ നമുക്ക് റോൾ പ്ലേ പോലുള്ള അങ്ങനെ ഓരോരോ കാര്യങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. റോഡ് അതന്നെയാണ് ഞാൻ പറയാൻ പോയത് മാം. റൂൾസ് പിന്നെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഓരോരോ ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാവാല, അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഗുഡ് ഹാബിറ്റ്സ് പറഞ്ഞു കൊടുക്കാം. പിന്നെ റൂൾസുകള് നമ്മളിപ്പോ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് പാലിക്കേണ്ടതെന്നുള്ള കാര്യങ്ങള്. സീബ്ര ക്രോസിംഗിൽ കൂടെ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ നമ്മൾ റോഡിന്റെ ഏത് സൈഡ് ചേർന്ന് നടന്നു പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കുക. അതായത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. പിന്നെ അവരുടെ കഴിവുകൾ എന്താണ് അവരുടെ ഓരോരോ കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ. അവർ ചെറുപ്പത്തിലുള്ള കഴിവുകൾ ഇത് ചില പിള്ളേരെ വരയ്ക്കൊക്കെ ചെയ്യുമായിരുന്നു. വരയ്ക്കൊക്കെ അവരെ കുറച്ചും കൂടെ എന്ത് ചെയ്യാ പ്രോത്സാഹിപ്പിക്കൊക്കെ ടീച്ചർമാർക്ക് അത് പറ്റും. അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദീപ എന്താ പറഞ്ഞേ? ഫുഡൊക്കെ വേസ്റ്റ് ആക്കാതിരിക്കാൻ ചെറുപ്പത്തിലെ കൊടുക്കാം. പിന്നെ നമ്മുടെ ചെറുപ്പത്തിലെ ഫുള്ള് പാത്രത്തിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ കഴിപ്പിച്ച് ശീലിപ്പിക്കുകയാണെങ്കിൽ അത് അവര് ലൈഫ് ലോങ് അത് ഫോളോ ചെയ്യും.
ചെയ്യാനായിട്ട് പറയാം. ഏജിനേക്കാളും മൂത്തവരോട് എങ്ങനെ പെരുമാറുന്നുള്ള കാര്യം പറയാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാരന്റ്സ് ആൻഡ് അതേഴ്സ്, ഹൈജീനിക് റൂട്ടീൻ, ഹൈജീനിക് കാര്യങ്ങള്. പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങനെയുള്ളതൊന്നും നമ്മുടെ വീടിന് അങ്ങനെ പുറത്തേക്കൊന്നും വലിച്ചെറിയാണ്ട് അതൊരു ബാസ്ക്കറ്റിൽ തന്നെ സൂക്ഷിക്കാം. അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റ് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ ചെറിയ നല്ല എന്താ പറയാ ബുക്കുകളൊക്കെ റീഡ് ചെയ്യാൻ കൊടുക്കാം. എന്താണ് സീബ്ര ക്രോസിംഗിൽ കൂടെ നടക്കാനായിട്ട് പിള്ളേരെ ശീലിപ്പിക്കാം. സഹജീവികളോട് സ്നേഹത്തോട് പെരുമാറാനായിട്ട് അവരെ പഠിപ്പിക്കും. അത് നല്ലതാണ്. ഷെയറിംഗ് മെന്റാലിറ്റി പഠിപ്പിക്കും. ഷെയറിംഗ് മെന്റാലിറ്റി. പഠിക്കാൻ പുറകെ നിൽക്കുന്ന കുട്ടികളെ ടീച്ചേഴ്സിന് കൂടുതൽ കെയർ ചെയ്യാം. ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് നല്ലതാണ്. എങ്ങനെയാണ് ഗുഡ് ടച്ച്, എങ്ങനെയാണ് ബാഡ് ടച്ച് എന്നുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ചെറുപ്പത്തിലെ എങ്ങനെയാണ് ബോയ്സ് ഗേൾസ് എന്നുള്ള വേർതിരിവൊന്നും നോക്കണ്ട. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്ന് രണ്ടുപേരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ വിചാരിക്കും പെൺകുട്ടികളെ ഇത് പഠിപ്പിക്കരുതെന്ന് വിചാരിക്കും. പക്ഷെ രണ്ടുപേര് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഗുഡ് ന്യൂസ്. കൾച്ചർ പഠിപ്പിക്കാം. കൾച്ചർ, നമ്മുടെ കൾച്ചർ നമ്മൾ ഏത് രീതിയിലാണോ വളർന്നു വന്ന ആ കൾച്ചറിലേക്കായിരിക്കും നമ്മുടെ കുട്ടികൾ വരുന്നത്. സിവിക് റെസ്പോൺസിബിലിറ്റി, അതാണ് സിവിക് റെസ്പോൺസിബിലിറ്റി. സിവിക് ഡ്യൂട്ടീസ് ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗ് റെസ്പെക്ട് ചെയ്യാൻ, നമുക്ക് നാഷണൽ ബേർഡ്, മൃഗങ്ങൾ എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെസ്പെക്ട് ചെയ്യാം. നമ്മുടെ ആ ഫ്ലാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കാം. പേഴ്സണൽ ഹൈജീനിക്, എൻകറേജിങ് ഇൻ ഗുഡ് തിങ്കിങ്സ്. ക്വാളിറ്റി മെയിൻറ്റെനൻസ് ചെയ്യാം. ഇക്വാളിറ്റി വേർതിരിവൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ കുട്ടികളും ഓരോ പോലെയാണെന്നുള്ള കാര്യം ട്രീറ്റ് ചെയ്യാനായിട്ട് ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ കൂടുതലായിട്ട് അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. മെന്റലി ഒന്ന് സ്ട്രോങ് ആവാൻ കുട്ടികളെ പഠിപ്പിക്കാം. ജയിക്കണം എന്ന് മാത്രല്ല, നമുക്ക് തോൽവിയും നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചില ന്യൂസുകൾ നമ്മൾ എപ്പോഴെങ്കിലും വായിച്ചപ്പോ കേട്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് തോറ്റതിന് കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗെയിം തോറ്റതിന് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മിപ്പോ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ലാതെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കാം. സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് നോക്കുക. അത് എങ്ങനെയാണോ ഫേസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. എന്താണ് കൃഷ്ണേന്ദു, മനസ്സിലായില്ലടാ? പേഴ്സണൽ ഹൈജീനിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ നല്ലതാണ്. കാരണം എങ്ങനെ രാവിലെ വൈകുന്നേരം കുളിക്കണം, അതേപോലെ തന്നെ ബ്രഷ് ചെയ്യണം, അവരുടെ ഡ്രസ്സ് എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാ കാര്യങ്ങളും അവരെ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാം. നമുക്ക് പറഞ്ഞു കൊടുക്കാം, പഠിപ്പിച്ചു കൊടുക്കണ്ട, പറഞ്ഞു കൊടുക്കാം ടീച്ചേഴ്സിന്. ഓരോ അപകട മേഖലകൾ, അതായത് തോട്ടിലോ പുഴയിലോ സൗണ്ട് കുറവാടാ. ഓരോരോ അപകട മേഖലകൾ, തോട്ടില് പുഴയിലൊന്നും ഒറ്റയ്ക്ക് പോരുത്, അങ്ങനെയൊക്കെ വീട്ടുകാർ പറഞ്ഞേക്കാളും ടീച്ചർമാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ അവർക്കൊരു ഇതുണ്ട്, പേടിയൊക്കെ ഉണ്ടാവും. മഴക്കാലം കഴിയുമ്പോ നമ്മൾ കേട്ടിട്ടുണ്ട് തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയ പിള്ളേര് ഒഴുക്കിപ്പെട്ട് അതില് പിന്നെ രക്ഷിക്കാൻ പോയവര് മരണപ്പെട്ടു, ഒഴുക്കിപ്പെട്ട പിള്ളേര് മരണപ്പെട്ടു എന്നൊക്കെ നമ്മ എപ്പോഴും കേൾക്കുന്നത്. ഈ മഴയാവുമ്പോ തന്നെ നമുക്ക് പേടിയാണ്. ടിവി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കേൾക്കണ വാർത്തയിലായിരിക്കും. ഇവർക്ക് പിള്ളേർക്ക് അറിവില്ലാണ്ടാണ് അത്. നമ്മ പറഞ്ഞ് ടീച്ചർമാരെ അത് വാൺ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്, ഇതാണ് റിസ്ക്, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ വിചാരിക്കും മഴ ആയതുകൊണ്ട് മിക്കവരും എന്താണ് നമുക്ക് ലീവ്, നമുക്ക് സ്കൂളുകളിൽ അവധി കൊടുക്കും. അപ്പൊ അവരുടെ വിചാരം എന്താണ്, പുഴയിലും കുളത്തിലൊക്കെ പോയി കളിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന അവധിയാണെന്ന് വിചാരിക്കാം. മാക്സിമം അത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ അവധി കിട്ടുമ്പോ പുറത്തേക്ക് പോകരുത്. കാരണം അത്ര ഹൈ റിസ്ക് ആയിട്ടുള്ള ടൈമിലാണ് അവർ എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ അവധികളൊക്കെ കൊടുക്കുന്നത്. അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാൻ വീട്ടിൽ തന്നെ ഇരിക്കണം. അതേപോലെ തന്നെ ഇങ്ങനെ പുഴയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീന്തൽ അറിയെങ്കിൽ പോലും ഈ ഒഴുക്കിനനുസരിച്ച് നമുക്ക് പറ്റൂല. അപ്പൊ നിങ്ങൾ മുങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു കൊടുക്കുക. അതേപോലെ മുതിർന്നവർ കൂടെ ഇല്ലാണ്ട് ഒരു കാരണവശാലും ഇതേപോലത്തെ കുളത്തിലോ പുഴയിലോ ഒന്നും ഇറങ്ങാൻ പാടില്ല എന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി റെജീന പറയടാ. ഓവറായിട്ടുള്ള മൊബൈലിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. മാക്സിമം അതൊരു എന്താ പറയാ, നമ്മൾ സാധാരണ ഇപ്പൊ പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എന്താണ് ഫോണിലാണ്. മാക്സിമം ഒരു ടൈം കൊടുക്കാതെ കൂടുതൽ അവരോട് യൂസ് ചെയ്തെന്ന് പറയാം.
ടെൽ now. നോട്ട്ബുക്കുകൾ യൂസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് എഴുതാനും അതിൽ നിന്ന് പേപ്പറുകളൊക്കെ വലിച്ചു കീറാതെയും വെട്ടിക്കളയാതെ എഴുതാനൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. വേസ്റ്റ് ചെയ്യാതിരിക്കും. നോട്ട്ബുക്ക് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിള്ളേര് ചില പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ലാവിഷാക്കിയിട്ട് ഒരു അക്ഷരം കുറച്ച് എഴുതിയിട്ട് പിന്നെ വേറെ പേജ് എടുത്ത് വീണ്ടും എഴുതും. അപ്പൊ അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണില്ല. നമ്മുടെയൊക്കെ പ്രായത്തിൽ ഒരു നോട്ട്ബുക്ക് തീർന്നു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊക്കെ വാങ്ങിച്ചു തന്നിരുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെ ആയിരുന്നു. ഞങ്ങൾക്ക് നോട്ട്ബുക്ക് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഫുൾ പേജും എല്ലാ പേജും എല്ലായിടത്തും കംപ്ലീറ്റ് ആക്കിയാൽ മാത്രം നമുക്കൊന്ന് വാങ്ങിച്ചു തന്നിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിപ്പോ കിട്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ മാക്സിമം അത് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. മോട്ടിവേഷൻസ് കൊടുക്കുക, ഇൻസ്പിറേഷൻ കൊടുക്കുക, മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. പിന്നെ ചെടികൾ നട്ടു വളർത്താൻ നല്ല കാര്യമാണ്. ചെടികളൊക്കെ നട്ടു വളർത്താനും അതേപോലെ അതിനെ പരിപാലിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കുക. അതല്ലാതെ നശിപ്പിക്കാനല്ല പഠിപ്പിച്ചു കൊടുക്കരുത്. നശിപ്പിക്കരുതെന്ന് പറയണം. ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ വെറുതെ ആ ചെടിയൊക്കെ പറിച്ചു കൊണ്ട് കളയും. പൂക്കളൊക്കെ ആണെങ്കിലും പറിച്ച് നശിപ്പിച്ച് കളയാലാണ് ചെറിയ പിള്ളേർ പരിപാടി. അപ്പൊ നമ്മ എന്ത് ചെയ്യാം, മാക്സിമം അവരോട് പറയാം ഇങ്ങനെയല്ല നമ്മ എൻവയോൺമെന്റിനോട് കാണിക്കുന്നത്. നമ്മൾ അവരോട് അവർ നമുക്ക് തരുന്ന ഈ റിസൾട്ട്, നമുക്ക് ഈ ഓക്സിജനും ഈ നല്ലൊരു നേച്ചറും ആര് തന്നത് ഈ മരങ്ങളും ചെടികളൊക്കെ തന്നെയാണ്. അപ്പൊ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കാൻ അവർ തന്നെ ആ ഒരു എന്താ പറയാ സേഫ് ആയിട്ടുള്ള സോൺ അത് തന്നെയാണ് തിരിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലേ. സ്ട്രേഞ്ചേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുക്കും. എന്താണ് നമ്മൾ അറിയാത്ത ആളുകളോടെ എങ്ങനെ പെരുമാറണം, അവരടുത്ത് പെട്ടെന്ന് പ്രോത്സാഹനം. ഇപ്പൊ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളായിരിക്കുമല്ല കുട്ടികളെ വിളിക്കാനൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, എന്തെങ്കിലും കോഡ് പറഞ്ഞു കൊടുക്കാം. ഈ കോഡ് പറഞ്ഞാൽ മാത്രമേ അമ്മ വിളിക്കാൻ വന്ന ആളുടെ ഒപ്പം പോരാൻ പാടുള്ളൂ. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് നമ്മുടെ കൊളീഗ്സ് അതൊക്കെ പറഞ്ഞ് വരുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്തായാലും ഈ കോഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കോഡ് ഇല്ലാണ്ട് വരുന്ന ആളുടെ ഒപ്പം പോകരുതെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാം. കോഡ് എന്ന് പറയും അല്ല, കോഡ് എന്ന് പറയുമ്പോൾ അവർ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡായിരുന്നാലും മതി. ഇപ്പം എന്താ പറയാ എന്താണ് അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കോഡ് പറഞ്ഞു കൊടുത്തിട്ട് ആ കോഡ് അനുസരിച്ച് വിളിക്കുമ്പോ മിക്കവരും ഒരു തട്ടിക്കൊണ്ടൊക്കെ പോണത് നമുക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കോഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അപ്പൊ തന്നെ അവർക്ക് എന്തായാലും മനസ്സിലാക്കിയത് എന്റെ അമ്മ പറഞ്ഞു വിട്ട ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പോകാതൊക്കെ ഇരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, ഹെൽത്തി ഫുഡുകൾ യൂസ് ചെയ്യാം. ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടിയ ഫുഡുകളാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. അതേപോലെ ഒരുപാട് എണ്ണയിൽ പൊരിച്ചത് വറുത്തതായിട്ടുള്ള പലഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അച്ഛന്റെ അമ്മയുടെ ഫോൺ നമ്പറോ പിന്നെ നമ്മുടെ വീടിന്റെ അഡ്രസ് ഒക്കെ കുട്ടികൾക്കൊന്ന് അത് ചില കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി അത്രയും ചെറിയ കുട്ടികളാണെങ്കിൽ അവർ ID കാർഡിന്റെ ബാക്കിൽ ഫോൺ നമ്പർ എഴുതി കൊടുക്കാം. ID കാർഡ് എന്നാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ID കാർഡിന്റെ ബാക്കിൽ മായാത്ത രീതിയിൽ എന്താണ് ഫോൺ നമ്പർ എഴുതി കൊടുക്കുക, അഡ്രസ് എഴുതി കൊടുക്കാം. കുഞ്ഞു പിള്ളേരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് ഫോൺ നമ്പർ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കുക, അഡ്രസ്സും പഠിപ്പിച്ചു കൊടുക്കുക. നല്ലതാണ്. അത് ഫാമിലി ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോൾ ഓഫ് ടീച്ചേഴ്സ് വരെ പറഞ്ഞത്. അപ്പൊ ഈ ചാപ്റ്ററിൽ എടുത്തതെന്ന് വെച്ചാൽ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് എടുത്തത്. ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയായിരിക്കും, ഏതൊക്കെ സ്റ്റേജിൽ കൂടിയാണ് പോണത്, അതേപോലെ എങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് സോഷ്യൽ ഡെവലപ്മെന്റ് പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടേ എല്ലാവരും ബുക്കൊക്കെ എടുത്ത് വെച്ചേ. ബുക്ക് എടുത്താ? എടുത്തല്ല എല്ലാവരും ബുക്ക്? അത് പറയാ ക്വസ്റ്റ്യൻസ് മെസ്സേജ് അയക്കുക. എടുത്തിട്ടുണ്ടെങ്കിൽ ബുക്ക് എടുത്ത ശരിയില്ല. ഓക്കെ, ഓക്കെ, റെഡി ആണല്ലോ?
ഇപ്പൊ ഒരു ഓപ്ഷൻ ആയിട്ട് ചോദിക്കുകയാണ്, ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയേഴ്സ് ഡാഷ് ആൻഡ് ഡാഷ്. ഡാഷ് എന്ന് കൊടുത്തിരിക്കേണ്ട. ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയർ ഡാഷ്. ഓപ്ഷൻ എ more regularly, option B more severely, option C more regularly and severely, option D none of this. നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കും? മോർ റെഗുലർലി ആൻഡ് ശ്രദ്ധിക്കണോട്ടാ, ആ രണ്ടും എടുക്കണം. നമ്മളിപ്പോ മോർ റെഗുലർലി എന്നാണ് നമ്മൾ അത് ക്ലിക്ക് ചെയ്യും, പക്ഷെ രണ്ടും ഉണ്ട്. കേട്ടല്ല? ഓക്കെ. ഇമോഷൻസ് ആർ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയൂ, അതെ കട്ടായി പോണായിരുന്നു. ഓക്കെ, ഇത് ഈ ഒരു സെന്റൻസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേട്ടാ. ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയേഴ്സ് ഇൻ ഡാഷ്. ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയേഴ്സ് ഇൻ ഡാഷ്. മോർ റെഗുലർലി ആൻഡ് മോർ സെവർലി. എന്നുവെച്ചാൽ അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കും. മോർ റെഗുലർലി എ, ബി, മോർ സെവർലി. സി എന്ന് പറയുമ്പോൾ രണ്ടും കൂടി കൊടുക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഓപ്ഷൻസ് മാറിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ക്ലിക്ക് ചെയ്യാം. ഇമോഷൻസ് ആർ ഡാഷ്. ഇമോഷൻസ് ആർ ഡാഷ്. എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ. നോ അല്ല. ടെമ്പററി. ഇമോഷൻസ് ആർ ടെമ്പററി. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ടെമ്പററി ആണ്. Children fail to hide their emotions but express them indirectly. Children fail to hide their emotions but express them indirectly. True എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. True എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഓപ്ഷൻ എ ബീറ്റിംഗ് ഉണ്ട്, ഓപ്ഷൻ സി തം സക്കിംഗ് ഉണ്ട്, അല്ല ഓപ്ഷൻ ബി തം സക്കിംഗ് ഉണ്ട്, ഓപ്ഷൻ സി സ്പീച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. അങ്ങനെയൊക്കെയുടെ ക്വസ്റ്റ്യൻ വന്നത്. നിത്യ മോനെ ഏത് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലാഞ്ഞത്? പറയോ? തേർഡ്. Okay. Children fail to hide their emotions. Children fail to hide their emotions, but express them indirectly. Through dash ആണ്. Through dash എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. Crying and nail beating, first option. B thumb sucking, third option speech difficulties, അവസാനത്തെ ഓപ്ഷൻ all of the above ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇമോഷൻസ് ആർ ഡാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. ഇമോഷൻസ് ആർ ഡാഷ്. ഓപ്ഷൻ എ കോൺസെൻട്രേറ്റ്, റെഗുലർലി, ബി സി ടെമ്പറലി, ഡി നൺ ഓഫ് ദിസ്. അപ്പൊ നമ്മൾ ഏത് കൊടുക്കണം? ഇമോഷൻസ് ആർ ടെമ്പറലി കൊടുക്കണം കേട്ടോ. നിതിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ? ഡാഷ് അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ. ഡാഷ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ ദ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ഗ്രോയിങ് ചൈൽഡ്. ഡാഷ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ in the social and emotional development of a growing child. അതിൽ എ മദർ, ഇൻഫന്റ് ആൻഡ് ഫാമിലി ഉണ്ട്, ഇൻഫന്റ് ആൻഡ് മദർ ഉണ്ട്, ഇൻഫന്റ് ആൻഡ് പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻഫന്റ് ആൻഡ് ടീച്ചേഴ്സ് ഉണ്ട്. ഏതാണ്? ഇൻഫന്റ് ആൻഡ് മദർ. അടുത്ത ക്വസ്റ്റ്യൻ ട്ടോ. ചിൽഡ്രൻസ് എക്സിബിറ്റ് സൈൻ ഓഫ് ഫിയർ. ചിൽഡ്രൻസ് എക്സിബിറ്റ് സൈൻ ഓഫ് ഫിയർ ആൻഡ് anxiety in the presence of
and anxiety in the presence of strange person is called dash anxiety. Is called Stranger Stranger anxiety. stranger anxiety. Okay. Children's exhibits. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. Children's exhibit the മാം ചിൽഡ്രൻ അല്ലേ? ചിൽഡ്രൻസ് അല്ലല്ലോ. അല്ല, children exhibits sign of fear. Sorry, ഒരു മിനിറ്റ് മിസ്റ്റേക്ക് പറ്റി. Children exhibit sign of feel upset and cry when they do not find their dash. When they do not find their dash. Mother. ട്ടാ. Children exhibits their dependency by sticking to the person and crying speed ആണല്ലേ, and crying when left with someone. അത്ര എഴുതി എല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടാ. ആ സെന്റൻസ് ഇതിലുണ്ട് നമ്മുടെ. ഇതേന്നുള്ളത് മാറ്റിയിട്ട് ചിൽഡ്രൻസിനാക്കാം. Children exhibit their dependency by seeking to the person and crying when left with someone. മറ്റുള്ളവരിലെ നമ്മളൊക്കെ മാറുമ്പോ അവരെന്തെങ്കിലും കരയും. Is dash kind of anxiety? Separation anxiety. Separation anxiety ആണ് ട്ടോ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Children cry at one moment and the next moment they become happy. Comma, the children cry at one moment and the next moment they become happy, comma, their emotions are dash എന്നാണ് question. Their emotions are dash. എന്നിട്ട് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി intense, ഓപ്ഷൻ സി voluntary, ഓപ്ഷൻ ഡി all of the above. All of the above. All of the above ആണ്. ശ്രദ്ധിച്ചു വേണം ആൻസർ ചെയ്യാനായിട്ട് ട്ടോ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയ ക്വസ്റ്റ്യൻ? മാം ആ ഓപ്ഷൻസ് മൂന്നൊന്ന് പറയോ? ഓക്കെ 1 minute. Transit, intense, option A transit, intense, option B, option D voluntary. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാവരും?
ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി നമ്മ? 8. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? Okay. Children cry at one moment and the next moment they become happy. Children cry at one moment and the next moment they become happy. Their emotions are dash എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. Transistent, ഓപ്ഷൻ ബി intense, ഓപ്ഷൻ സി voluntary. എന്നിട്ട് നാലാമത്തെ ഓപ്ഷൻ all of the above ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് മൂന്നും കുട്ടികളുടെ ഇമോഷൻസിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് കേട്ടാ. ഓക്കെ അല്ലേ? കഴിഞ്ഞല്ല? എല്ലാവരെയും കഴിഞ്ഞോ? ബാക്കി കിട്ടാത്തവർ എന്ത് ചെയ്യാം? മാക്സിമം നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോട്ടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. The health and emotional development have the dash relationship. The health and the emotional development have dash relationship. നോക്ക, ഓപ്ഷൻ നെഗറ്റീവ്, പോസിറ്റീവ്, കോമൺ, അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഓൾ ഓഫ് ദ എബോവ് അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് എന്നൊക്കെ ഉണ്ട്. ഏതാണ്? ഏത് റിലേഷൻഷിപ്പ് ആണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. Children's copy the emotional behavior of dash. Emotional behavior of dash. Option A parent, option B elder member, option C family. Option D all ഫാമിലി of them. ആണോ? All of All them. of them. All of them. All of them. If a children grow in good atmosphere exist at the home, children grow in good atmosphere, exist at the home, they develop dash emotions. Positive. പോസിറ്റീവ്. While family relation എഴുതിയാലോ എല്ലാവരും അത്? എല്ലാവരും എഴുതിയോ അത്? While the family relationships with conflict and tension leads to dash emotions. Negative emotions. ഒന്നോടെ പറഞ്ഞു ലാസ്റ്റ് വരി. While the family relationship with the conflict and tension leads to dash emotions.
എഴുതിയ എല്ലാവരും? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The healthy and conducive atmosphere of the school. Sorry. Healthy and നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ട്. ഒരു മിനിറ്റ്, അതൊന്ന് വെട്ടി കേട്ടോ. ആ ക്വസ്റ്റ്യൻ അല്ല, അടുത്തത് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ എഴുതിയ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. The dash relationship paves way for social development of the children, child, and relationships. The dash relationship peer group relationship. അതാണ് ആൻസർ. The dash relationship paves the way for social development of the child and thereby മനസ്സിലാവല്ല. സ്പേസ് എന്നാണോ? ഞാൻ ടൈപ്പ് ചെയ്തേക്കണോ? ഇല്ല, പേദ അല്ലടാ, പീവ്സ്. കാരണം ഓക്കെ, നോക്ക് കേട്ടോ. സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ് ആൻഡ് thereby ഇമോഷണൽ ഡെവലപ്മെന്റ്. ഞാൻ എക്സാമിന് ഇടുമ്പോ ക്വസ്റ്റ്യന്റെ ആ ഒരു ഇത് മാറ്റിട്ടിടാം കേട്ടോ. ആ ഒരു വേർഡിന് പകരം വേറെ വേർഡ് ഇടാം കേട്ടോ. പേഴ്സിന് പകരം കാരണമാവണമെന്നുള്ളതാണ് മീനിങ് വന്നത്. ഹെൽപ്സ് കേട്ടോ, ഹെൽപ്സ് നൽകിക്കോട്ടോ. ദാഷ് റിലേഷൻഷിപ്പ് helps the way for social development of the child and thereby his emotional development. The dash relationship helps the way for social development of the child and thereby his emotional development. Answer peer groups ആണ് ട്ടോ. മാം അപ്പൊ മീനിങ് മാറത്തില്ലേ? ഹെൽപ്സ് എന്ന് വരുമ്പം ഫോർ സോഷ്യൽ ഹെൽപ്പ് ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പോരെ, വേ വരില്ലല്ലോ. പേഴ്സ് വേ എന്ന് ഒരുമിച്ചല്ലേ വരാ? വഴി വെക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? വഴി വെക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത് പേഴ്സ് വേ എന്ന് പറഞ്ഞാൽ? ഹെൽപ്പ് ഫോർ മതി കേട്ടോ. ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത് വേ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത് ആ ഒരു വേർഡിന്റെ പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടിട്ട് മാറ്റിയത്. ഹെൽപ്സ് ഫോർ. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യനും കിട്ടിയ എല്ലാവർക്കും? ഓക്കെ മാം. നോക്കാട്ടോ. Dash should try to find active cooperation of the parent in making good atmosphere for the child in the home. Okay, Dash should try to find active cooperation of the parents in making good atmosphere. Teachers answer. Teachers ആണ്. Good atmosphere at the home for the child. നോക്കി, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി. ഈ ഒരു ജസ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു വെക്കാട്ടോ. ഈ ജസ്റ്റേഴ്സ് എങ്ങനെയാണ് ഓരോ ടൈമിൽ ഓരോ കുട്ടികൾ പെരുമാറുന്നുള്ള ജസ്റ്റേഴ്സ് പഠിച്ചു വെക്കാം. എന്നിട്ട് ഈ ജസ്റ്റേഴ്സിൽ നിന്ന് ടൈം പീരീഡ് ആണ് അവർ ചോദിക്കാറ് എപ്പോഴും. എ ഇവ 2 to 3 months, ബി 4 to 5 months, സി 6 to 7 months, 8 to 9 months ആണ്
പീരീഡ് വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഏത് മാം പീരീഡിലാണ് അത് ഒബ്ജക്റ്റീവ് ആയിരിക്കുമോ അതോ നമ്മള് വൺ വേർഡ്സ് ആയിരിക്കും. ചില ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരെയാണ് നോക്കിയേ, ഞാൻ പറയാം. Infant can identify the people from intimate object, recognize its mother, and are unhappy on separation during dash period. അങ്ങനെ ക്വസ്റ്റ്യനെങ്കിൽ ഒരു ഓപ്ഷൻ തന്നെ എങ്ങനെയാണ്? 3 months, 4 to 5 months, 6 to 7 months, 8 to 9 months. ഈ ഓപ്ഷൻ മാറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇതെല്ലാം മാറി ചോദിക്കണം. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റൂല. എല്ലാ ക്വസ്റ്റ്യനും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ആ പീരീഡുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളത് എല്ലാരും പഠിച്ചു വെക്കണം കേട്ടോ. ഈ പീരീഡുകൾ മൊത്തമായിട്ട് പഠിച്ചു വെക്കണേ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും അതില്. അതുകൊണ്ടാണ് അത് പറയാഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആയി ഇപ്പൊ? 14. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. Children will have attained many important understandings. ഇതാണ് ക്വസ്റ്റ്യൻ ട്ടോ. Children will have attained many importance and understanding that will serve them as they grow older and come across increasingly complex social situation. In the course of dash. Options A, middle childhood. Option B, adolescent. Option C, A and B. Option A and B. Option D, none of this. ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻ. നമുക്കറിയാം അഡോൾസെന്റ് ആണ്, ചൈൽഡ്ഹുഡ് ആണെന്നറിയാം. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാറി ക്ലിക്ക് ചെയ്തത് വേറെ ഒരെണ്ണം ക്ലിക്ക് ചെയ്യാനായിട്ട് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആൻസർ തെറ്റൂട്ടാ. ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ആൻസർ ചെയ്യാനായിട്ട്. കഴിഞ്ഞില്ല, ആൻസർ കഴിഞ്ഞില്ല, ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടില്ല, ആൻസറും എഴുതി കഴിഞ്ഞില്ലേ? ഇല്ല. സ്പീഡ് കൂടുതലാ. ഓക്കെ. അതൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കണുണ്ടോ? അല്ല, മാർക്ക് ചെയ്തിരിക്കണുണ്ടോ? അത് കണ്ടു, പക്ഷെ അത് എഴുതി തീർന്നില്ല. ഓക്കെ, വേഗം എഴുതിയെടുത്തു. ടൈം പോണെനിക്ക് കാര്യം നിങ്ങളോട് ചോദിക്കാനില്ല. അപ്പൊ ആൻസർ മിഡിൽ വരെ ഉള്ളൂ. ആൻസർ ആണോ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോൾസൻസ്? ഇൻ കോഴ്സ് ഓഫ് ഡാഷ്. ഇൻ കോഴ്സ് ഓഫ് ഇവിടെ വരെ കോഴ്സ് വരെ ഉള്ളു. അത് കഴിഞ്ഞിട്ട് ഡാഷ് ആണ്. മിഡിൽ ചൈൽഡ്ഹുഡ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി അഡോൾസെന്റ് ആണ്. ഓപ്ഷൻ സി ആണ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓക്കെ എല്ലാവർക്കും? എല്ലാവരുടെ കയ്യിലും നമ്മുടെ ടെസ്റ്റ് അവൈലബിൾ ആണോ? മോണ്ടിസോറിയുടെ വാങ്ങിയിട്ടുണ്ട്, ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇല്ല മിസ്സേ, കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മൊഡ്യൂളുകൾ അവൈലബിൾ ആണോ? ഈ മൊഡ്യൂളുകൾ ഉണ്ടാ ഓരോ ചാപ്റ്റേഴ്സ് വൈസ്. നമ്മുടെ മൊഡ്യൂൾ 1 എല്ലാ പാർട്ടുകളുടെയും ഇതുണ്ടോ, എന്താ പറയാ, കണ്ടന്റ് ഉണ്ടോ? അതില് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എന്റെ കയ്യിലുണ്ട്. മറ്റേ ചേച്ചി തരാന്ന് പറഞ്ഞു. അത് മതിയാകുമോ? എനിക്കറിഞ്ഞൂടാ, ഒന്ന് നോക്കിട്ടാ. കണ്ടന്റ് ഉള്ളവരൊന്നും എടുത്ത് വെക്കുക. നമ്മൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫസ്റ്റ് പാർട്ട് മൊഡ്യൂൾ 1 ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തോ? എടുത്തല്ല? ഓക്കെ. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണ് അല്ലേ? അതെ. അതില് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഞാനാണ് എടുത്തത്.
സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റും ഞാൻ എടുത്തത് അല്ലെ. ഇനി കംപ്ലീറ്റ് ഈ മൊഡ്യൂളിലെ കംപ്ലീറ്റ് ആവാത്ത ചാപ്റ്റേഴ്സ് ഒന്ന് പറഞ്ഞുതരും എനിക്ക്. സൈക്കോളജി ശരണ്യ മിസ് എടുത്താ? എടുത്തോണ്ടിരിക്കണേ. എഡ്യൂക്കേഷണൽ സൈക്കോളജിയാ? എടുത്തിട്ടില്ല. നീഡ്സില്ല, ഡിഫറെന്റ് മെക്കാനിക്സ് ഇല്ല. അശ്വതി മിസ് ഏത് ചാപ്റ്റർ എടുത്തേന്ന് അറിയാമോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് മോളിത് എടുത്തിട്ടില്ല അല്ലെ. ഞാൻ 2 ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് അവിടെ സൈക്കോളജി ഇല്ല. പിന്നെ ശരണ്യ മിസ് എടുത്തിരിക്കുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അശ്വതി മിസ് എടുത്തിരിക്കുന്നത്. ഇത്രയും എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും എടുത്തിട്ടില്ലല്ലോ? ഓക്കെ, ഞാൻ നോക്കിയതാണ് കേട്ടോ. ഈ നീഡ്സ് എടുത്തിട്ടില്ല, ഡിഫൻസ് മെക്കാനിക്സ് എടുത്തിട്ടില്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തിട്ടില്ല അല്ലെ. അടുത്ത ക്ലാസ്സില് കാണാം കേട്ടോ. അടുത്ത ക്ലാസ് നാളെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു ടീച്ചർ. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മിസ്.